ഹലോ, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് ആപ്പ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്, കാലിഗ്രഫി. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫോണ്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊക്രിയേറ്റ് ആപ്പ് വഴി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. സോ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസ്, ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രൊക്രിയേറ്റ് ആപ്പിൻ്റെ യൂസസിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നത്. പക്ഷേ പ്രൊക്രിയേറ്റ് ആപ്പ് എന്ന് പറയുമ്പം അവിടെ ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുക, ഡിജിറ്റൽ ആർട്ട് ഞാൻ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കാലിഗ്രഫി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചിത്രവസ്ത്രയിൽ കാലിഗ്രഫി ചെയ്യുന്നത് പഠിക്കാം എന്ന്, അതുപോലെ ബ്രഷസ് ഉണ്ടാക്കുന്നത് പഠിക്കാമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിഗ്രഫി വീഡിയോസും ഇനിയുള്ള ഇതിൽ ഓരോന്നോരോന്നായിട്ട് പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ആർട്ട് റിലേറ്റഡ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോണ്ട് ഉണ്ടാക്കാം, അതുപോലെ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഒരു ഫോണ്ട് ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ വിഷു ആണ് വരുന്നതല്ലേ, അപ്പോൾ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ്, ഒരു വിഷിംഗ് കാർഡ്, വിഷസ് അറിയിക്കുന്ന ഒരു കാർഡ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ശ്രമിക്കുകയാണ്, ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതും നമുക്കിന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാലിഗ്രഫി ട്രൈ ചെയ്യുന്നതേ ആദ്യമായിട്ടാണ് എങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇൻസ്പിറേഷനൊക്കെ നോക്കുക. പിൻട്രസ്റ്റൊക്കെ എടുത്തൊന്ന് തപ്പുക, എന്താണ് ഒരു ഇൻസ്പിറേഷൻ, എന്തെങ്കിലും ഫോൺസ്, ഡിഫറെൻറ്റ് ഫോൺസ് എന്നൊക്കെ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഇതിൽ കണ്ടോ പല ടൈപ്പായിട്ട് എഴുതിയിട്ടുള്ളത് കാണാം. ഇങ്ങനെ കുറച്ച് അങ്ങനെ ഡിഫറെൻ്റ്, ആദ്യം വലിയ എന്താണ് ബുദ്ധിമുട്ടുള്ളതിലേക്കൊന്നും പോവാതെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും 2 ഫോൺസ് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെയും നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇൻസ്പിറേഷനൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊക്രിയേറ്റിൽ പോവുക. പ്രൊക്രിയേറ്റിൽ പോയിട്ട് ഒരു A4 ക്യാൻവാസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്കൊന്ന് വെറുതെ നിങ്ങളുടെ ഒരു ഫോണ്ട്, ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് എടുത്തിരിക്കുന്നത് ഒരു ഇങ്ക് ബ്രഷ് എടുക്കുകയാണ് കേട്ടോ, ഇങ്ക് ബ്രഷ് അതെടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ക്യാൻവാസിൽ ഡ്രോയിങ് ഗൈഡ് ഓൺ ചെയ്തിട്ട് ഒരു ഡ്രോയിങ് ഗൈഡ് കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഡ്രോയിങ് ഗൈഡ് ഞാനിപ്പോൾ എന്താ ചെയ്തത്, ആക്ഷൻസിൽ പോയി ക്യാൻവാസിൽ ഡ്രോയിങ് ഗൈഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ ബോർഡിൽ എന്താക്കുക, നമ്മൾ ഒന്ന് എഴുതി നോക്കുക, എങ്ങനത്തെ ആണ് വേണ്ടത്, അപ്പർ കേസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, നമുക്ക് പ്രൊക്രിയേറ്റ് ഇല്ലാതെ ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട്.
അപ്പോൾ അത് calligrapher.com എന്ന സൈറ്റാണ് കേട്ടോ, calligrapher.com. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ലോഗിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ആണ് കേട്ടോ. നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കണം, അതിനാണ്. ഇപ്പം ടെംപ്ലേറ്റ്സ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കുറേ കാണാം. ഇവിടെ ഒരു 3 ലൈൻസ് ഇല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ മിനിമം ഇംഗ്ലീഷ്, മിനിമം ജർമ്മൻ ഇങ്ങനെയൊക്കെ കാണാം. അപ്പം അതിൽ നമുക്ക് മിനിമൽ ഇംഗ്ലീഷ്, മിനിമൽ നമ്പേഴ്സ്, മിനിമൽ പങ്ക്ച്വേഷൻ, ഈ 3 കാര്യങ്ങളും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കുറേ കാണും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഫ്രീ വേർഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, പൈസയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ 75 ക്യാരക്ടേഴ്സ് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് 79 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എനിക്കതിന് ഏതെങ്കിലും 4 ക്യാരക്ടേഴ്സ് ഒഴിവാക്കണം, എന്നാലേ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇതിലിപ്പോൾ എന്തായാലും യൂസ് ചെയ്യൂല എന്നുള്ള ഒരു 4 ക്യാരക്ടേഴ്സ് ഞാൻ ഒഴിവാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ പെർസെൻറ്റേജ് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരെണ്ണം കൂടെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം, അപ്പോൾ അത് സെമിക്കോളൻ അത് സെമിക്കോളനും കോളനും ഇതും ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇത് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടെംപ്ലേറ്റ് വേണം. അതിൽ എനിക്ക് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്ന് കണ്ടു. അപ്പോൾ ഇതിൽ 2 ഫോമാറ്റ് കാണാം, PDF-ഉം PNG-യും. ഞാനിതിൽ PNG ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സൈസ് വേണം നമുക്ക് വലുതാക്കി ചെറുതാക്കി എന്തെങ്കിലും. അപ്പോൾ ഞാനിതിൽ ഡീഫോൾട്ടായിട്ടുള്ള സൈസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഡ്രോ ഹെൽപ്പ് ലൈൻസ് എനിക്ക് വേണം, അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് സിപ്പ് ഫയലായിട്ടാണ്. അപ്പോൾ ഡൗൺലോഡ് സിപ്പ് ഫയലാണ്, അത് സേവ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫയൽസിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ ചെയ്യുന്നത് സേവ് ടു ഫയൽസ്. ഇതിൽ ഓൺ മൈ ഐപാഡിലാണ് ഞാനിപ്പോൾ അത്. ഐപാഡിൽ പ്രൊക്രിയേറ്റ് എടുത്തു. പ്രൊക്രിയേറ്റിൽ ഫോൺസ് ഉണ്ട്, ഞാൻ ആ ഫോൺസിലേക്കായിട്ട് സേവ്. ഓക്കെ, ഞാനത് സേവ് ചെയ്തു. ഓക്കെ, ഞാനപ്പോൾ അത് ഫയൽസിൽ പോയി നോക്കുകയാണ് സേവ് ചെയ്തത് എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ ഫയൽസിൽ പോയപ്പം അതാ ഫോൺസ്, ഞാനത് ഓൺ മൈ ഐപാഡിൽ പ്രൊക്രിയേറ്റിൽ ഫോൺസിലാണ് ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ കാലിഗ്രാഫർ സിപ്ഡ് ഫയൽ എന്നിട്ട് ഈ ഒരു ഫയൽ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഫയൽ അൺസിപ്പാവും. അൺസിപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് ഈ ഒരു അതെടുത്ത് നോക്കുക, പ്രിവ്യൂ ചെയ്ത് നോക്കുക. യെസ്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഇത് ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പേജായിട്ടാണ് വന്നിട്ടുള്ളത്. 2 പേജസ് ഉണ്ട്. ഓക്കെ, 2 പേജസായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് സേവ് ചെയ്യണം. എങ്ങനെ സേവ് വെച്ചാൽ ഇതെടുക്കുക, എടുത്തിട്ട് ഈ ഒരു സെൻഡ് ഐക്കൺ കൊടുക്കുക, പ്രൊക്രിയേറ്റ് എടുക്കുക. അപ്പോൾ പ്രൊക്രിയേറ്റിൽ അത് സെൻഡ് ആവുന്നുണ്ട് കേട്ടോ. അത് സെൻഡായി. രണ്ടാമത്തേത് അതുപോലെ തന്നെ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രൊക്രിയേറ്റിലേക്ക് സെൻഡ് ചെയ്തു. ഇനി നമ്മൾ പ്രൊക്രിയേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ഓക്കെ, പ്രൊക്രിയേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം മേലെയായിട്ട് ടെംപ്ലേറ്റ് 1 വന്നിട്ടുണ്ട്, അതുപോലെ ടെംപ്ലേറ്റ് 2ഉം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെംപ്ലേറ്റ് 1 എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ
സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഫോൺസ് എഴുതുക. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാണ്. ഇതിൽ ഓരോന്ന് കാണാം അല്ലേ, എക്സ്ക്ലമേറ്ററി മാർക്ക് മേലായിട്ട് ഇതാ ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ് ഹൈഫൺ കോമ അതും സിമ്പിൾസും ഉണ്ട്, നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ABCD അപ്പർ കേസും ഉണ്ട്, താഴെ നോക്കുകയാണെങ്കിൽ ABCD ലോവർ കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡ്രോയിങ് ഗൈഡാണ്. ഇതിലാണ് നമ്മൾ നമ്മുടെ ഫോണ്ട് എഴുതാൻ പോകുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ 4 ലൈൻസ് ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ ആ 4 ലൈൻസിൽ ഈ ഒരു ലൈനില്ലേ അപ്പർ കേസിൻ്റെ ബേസ് ലൈനാണിത്, ഈ ലൈൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഏറ്റവും മേലത്തെ ലൈൻ വരുന്നത് ഇതാണ്. അപ്പോൾ അപ്പർ കേസ് എഴുതുമ്പോൾ ഇപ്പം നിങ്ങൾ A ആണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് A എഴുതുക. ഓക്കെ അല്ലേ. അതുപോലെ ലോവർ കേസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതേണ്ടത്, ഈ 2 ലൈൻസിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു കറക്റ്റ് ഒരു ഡ്രോയിങ് ഗൈഡാണ്. എന്തിനാ ഇതെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സും ഒരു സെയിം ആയിട്ടുള്ള വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ത്, ഈ ലെയറിൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തരുത്, ഒരിക്കലും ചെയ്യരുത്. ഏതെങ്കിലും ഇമേജ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെയറിൽ നമ്മൾ എന്ത് പണിതാലും കൊളാവുകയുള്ളൂ, നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, 2 ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇൻ കേസ് നമുക്കൊരു തെറ്റ് പറ്റിപ്പോയാലേ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എഴുതി പോവുകയാണെങ്കിൽ തന്നെ ലെയർ 2 എഴുതിയാലും പ്രശ്നമില്ല, പക്ഷേ ലെയർ 1 എഴുതി പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ 3rd ലെയറിലാണ് എഴുതാൻ പോകുന്നത്, ഫോണ്ട് എഴുതാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇങ്ക് ബ്രഷ് എന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ കാലിഗ്രഫി എന്ന് പറയുന്ന ബ്രഷിൽ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ബ്രഷസ് കാണാം. അതിൽ ഏത് ബ്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മോണോലൈൻ ബ്രഷസ് അല്ലെങ്കിൽ സ്ട്രീക്സ് വേണമെങ്കിൽ അത്, സ്ക്രിപ്റ്റ് ബ്രഷ് ഉണ്ട് അത്. അപ്പോൾ ഞാനൊരു പുതിയൊരു ബ്രഷാണ്, അതെൻ്റെ കയ്യിലുള്ളൊരു ബ്രഷാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തൊരു ബ്രഷാണ്. സോ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ക് ബ്രഷ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏത് ബ്രഷ് അല്ലെങ്കിൽ ഇങ്കിങ് ബ്രഷസിൽ സ്റ്റുഡിയോ പെന്ന് പല ടൈപ്പ്, ഇതിൽ ഡ്രൈ ഇങ്ക്, പാൻറ്റാനി, ഇങ്ക് ബ്ലീഡ്, ഇങ്ങനത്തെ കുറേ ബ്രഷസൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ബ്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇങ്ക് ബ്രഷ് എന്ന് പറഞ്ഞൊരു ബ്രഷാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് ഞാനിപ്പം എഴുതാൻ പോവാണ്. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫോണ്ട്, ഞാനിത് ചെയ്യുന്നത് ഹാപ്പി വിഷു എന്ന് പറഞ്ഞ ഒരു ഒരു വിഷിംഗ് കാർഡ്, ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഫോണ്ടിൽ അത് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം.
ലോവർ കേസ് ഞാൻ ഈ 2 ലൈൻസിൻ്റെ ഇടയിലായിട്ടാണ് എഴുതാൻ പോണത്. സോ നമ്മളിപ്പം 2 പേജസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് സേവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പേജ് എടുത്തു. ഈ പേജ് എടുത്തിട്ട് ആക്ഷൻസിൽ പോയാൽ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ സേവ് ചെയ്യാൻ പോകുന്ന ഫോമാറ്റ് ഇപ്പം ഷെയർ ഇമേജ് പല രീതിയിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ പറ്റും. JPEG ആക്കാം, PDF ആക്കാം. ഓക്കെ, ഇപ്പം ഞാനിത് PNG ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്നു. സേവ് ടു ഫയൽസിലേക്ക് കൊടുക്കുകയാണ്. ഫയൽസിൽ ഞാൻ ഓൺ മൈ ഐപാഡിൽ പ്രൊക്രിയേറ്റിൽ ഫോൺസിൽ സേവ്. ഓക്കെ, 2 ഉണ്ടെന്ന് പറഞ്ഞാൽ റീപ്ലേസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് എടുത്തു. അതും ഇതുപോലെ തന്നെ സേവ് ചെയ്യാണ്. സോ നമ്മളിത് ഫയൽസിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തിരിച്ച് calligrapher.com തന്നെ പോവാം. അപ്പോൾ ഇതിന് ശേഷം ഇതിൽ ഇപ്പം നമ്മൾ ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യുന്ന ഏരിയ നമ്മൾ പഠിച്ചു. ഇനി ഫോൺസ് എടുക്കുക, മൈ ഫോൺസ്. അതിൽ അപ്ലോഡ് ടെംപ്ലേറ്റ്സ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ചൂസ് ഫയൽ കൊടുക്കുക. ഫോട്ടോ ലൈബ്രറി അല്ല, ഫയൽസിലാണല്ലോ നമ്മൾ ഇതാക്കിയത്. അപ്പോൾ ചൂസ് ഫയൽ കൊടുക്കുക. അതിൽ ഓൺ മൈ ഐപാഡിൽ പ്രൊക്രിയേറ്റിൽ ഫോൺസിൽ നമ്മൾ ഇത് 2 ഓക്കെ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റും സെലക്ട് ചെയ്യാം. ചൂസ് ഫയൽ. രണ്ടും സെലക്ട് ചെയ്തു. ജസ്റ്റ് അപ്ലോഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഫോണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ഫോണ്ട് ചെയ്തതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുത്തണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ആഡ് ക്യാരക്ടേഴ്സ് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ 76 ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 75 അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്തു, ഡിലീറ്റ്. ഓക്കെ,
നമ്മൾ ബിൽഡ് ഫോണ്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫോണ്ടിനൊരു പേര് കൊടുക്കണം. പേര് ഞാൻ ക്യാൻവി എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് നെയിം കൊടുത്തു കേട്ടോ. സോറി, ഫോണ്ടിൻ്റെ പേര് ക്യാൻവി ബിൽഡ്. അങ്ങനെ നമ്മുടെ ഫോണ്ട് ബിൽഡായിട്ടുണ്ട്. ഇനി സൈസ് ഏതെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ, വലിയ സൈസൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഇതൊന്ന് വലുതാക്കി നോക്കുക. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്കിത് 2 രീതിയിൽ സേവ് ചെയ്യാം. ഒന്ന് നമുക്ക് TTF ആയിട്ട് അല്ലെങ്കിൽ OTF ആയിട്ട്. ഞാൻ ഇതിൽ ഓപ്പൺ ടൈപ്പ് ഫോണ്ടായിട്ടാണ് സേവ് ചെയ്യുന്നത് കേട്ടോ. സേവ്, അത് ഫയലിൽ തന്നെ സേവ് ചെയ്യാണ് കേട്ടോ. ഫയലിൽ സേവ് ടു ഫയൽസിൽ ഞാൻ പ്രൊക്രിയേറ്റിൽ ഫോൺസിൽ തന്നെ സേവ് ചെയ്യാണ്. സേവ്. ഓക്കെ, അപ്പോൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പല രീതിയിലായിട്ട് നമുക്ക് ഈ ഫോണ്ടിനെ പ്രൊക്രിയേറ്റിലേക്ക് ആക്കാം. ഞാൻ ചെയ്യുന്ന എളുപ്പവഴി എന്ന് പറയുന്നത് പ്രൊക്രിയേറ്റ് എടുക്കാം. ഏതെങ്കിലും ഒരു ഇതെടുത്ത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ടെക്സ്റ്റ് എഡിറ്റ് സ്റ്റൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇമ്പോർട്ടിൽ ഞാനിതാ ഫോൺസിൽ ക്യാൻവി എന്ന് പറഞ്ഞ ഫോണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്തു കേട്ടോ. ഇനി ഞാനിവിടെ എന്തെങ്കിലും എഴുതുകയാണെന്ന് വിചാരിക്കുക. ഇതാ ക്യാൻവി എന്ന് പറഞ്ഞ ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തു. ഞാനിതിൽ സെലക്ട് ചെയ്തു. ഞാനിത് എന്തെങ്കിലും ഒരു ഹാപ്പി വിഷു എന്ന് എഴുതുകയാണ്. ഹാപ്പി വിഷു. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ ഇത് തന്നെ സെയിം ഒരു ഫോണ്ട് വിഷ് എന്നുള്ള രീതിയിൽ ഫോണ്ടിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ക്യാൻവി എന്നുള്ള രീതിയിൽ വേറൊരു ഫോണ്ട് ആക്കിയിട്ട് ഇപ്പോൾ ഇതിൽ സേവ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഫോണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു വൃത്തിക്കല്ല വന്നിരിക്കുന്നില്ലേ, സ്പേസിംഗ് ഒന്നും കറക്റ്റല്ല. അപ്പോൾ സ്പേസിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കേണിംഗ് ഒക്കെ ഉണ്ട് അല്ലേ, കേണിംഗ് അത് കറക്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് എത്ര നിങ്ങൾക്ക് ഒരു ഹാപ്പി ആവുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഇത് ബോൾഡ് ആക്കണമെങ്കിൽ എഡിറ്റ് സ്റ്റൈലിൽ പോവുക. ഇതിലെന്ത് ചെയ്യുക, ഇതിൽ അണ്ടർലൈൻ ഇങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഫോണ്ട് റെഡിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു കാർഡ്, ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു എന്താ പറയുക ഡിസൈൻ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി നിങ്ങൾ ചിത്രവസ്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇതൊക്കെ വലിയ വലിയ സാധ്യതകളുള്ള ഒരു ഏരിയ ആണ്. ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളായ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.